കാഹളം അധ്യായം 30. വിടടാ, എന്റെ കൈ കയറി പിടിക്കാൻ മാത്രം നീ വളർന്നോടാ. അലറിക്കൊണ്ട് എസ് ഐ രമേശ് ചന്ദ്രൻ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ നിന്ന് തന്റെ കൈ വലിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അവൻ വിട്ടില്ല. ഒരിക്കൽ ചെയ്യാത്ത തെറ്റിന് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവനാ സാറ്. പക്ഷേ അതിന് നടക്കത്തില്ല. സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട പോലീസുകാര് അകാരണമായിട്ട് അവരുടെ നെഞ്ചത്തോട്ടങ്ങ് വണ്ടിയൊടിച്ച് കയറ്റാൻ തുടങ്ങിയാൽ അതങ്ങ് അനുവദിച്ചു തരാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. ഉച്ചത്തിൽ തന്നെയാണ് അവനും പറഞ്ഞത്. ക്ഷോഭം കാരണം അവന്റെ മുഖം വല്ലാതെ ചുവന്നു തൊടുത്തിരുന്നു. ഓടിക്കൂടിയ ആളുകളിൽ പലർക്കും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായിരുന്നില്ല. ഒരിക്കൽ കാക്കിയുടെ മഹത്വം എന്റെ മുന്നിൽ പ്രസംഗിച്ചവനല്ലടാ നീ. ഇന്ന് നിന്നെ അത് ഞാൻ ശരിക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. ധരിക്കുന്ന കാക്കിയുടെ മഹത്വം അറിയാത്തവർക്ക് അത് ഉപദേശിച്ചു കൊടുത്തതിൽ തെറ്റൊന്നും കാണുന്നില്ല ഞാൻ. ഇന്ദ്രജിത്ത് തിരിച്ചടിച്ചു. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എന്റെ വണ്ടിയുടെ രേഖകൾ കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ രസീത് എനിക്ക് തന്നേ പറ്റൂ. ജീപ്പിലിരുന്ന പോലീസുകാർ ചാടി ഇറങ്ങി വന്നു. എന്നാൽ എസ് ഐ കൈ ഉയർത്തിയപ്പോൾ അവർ നിന്നു. ആളുകൾ പിന്നെയും കൂടിക്കൊണ്ടിരുന്നു. റോഡ് ബ്ലോക്കായി. പോലീസുകാർ കൂടി വന്ന് ഈ പീറ ഓട്ടോ ഡ്രൈവറുടെ പിടിയിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ നാണക്കേട് പിന്നെ മറ്റെന്താണ്? എന്നാലും ഇവന്റെ മുന്നിൽ തനിക്ക് പരാജയം സമ്മതിച്ചു മടങ്ങേണ്ടി വന്നാൽ പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ജോലി നോക്കിയിട്ട് കാര്യമില്ല. കയ്യെന്ന് വിടടാ. എസ് ഐ രമേശ് ചന്ദ്രന്റെ ശബ്ദം പിന്നെയും ഉയർന്നു. വിടാം, പക്ഷെ എന്നെ ഇനി കാര്യമില്ലാതെ തല്ലാൻ ശ്രമിച്ചാലുണ്ടല്ലോ. അവൻ അയാളുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. പറയുന്നത് പോലെ തന്നെ അവൻ പ്രവർത്തിക്കുമെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് രമേശ് ചന്ദ്രന് ബോധ്യമായി. ഇവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ അതുപോലെയാണോ തന്റെ കാര്യം? തോറ്റുമടങ്ങിയാൽ പോലീസിന് പിന്നെ ഈ ജനങ്ങളുടെ മുന്നിൽ പുല്ലുവിലയായിരിക്കും. എസ് ഐയുടെ കാക്കിയിൽ വിയർപ്പിന്റെ നനവുണ്ടായി തുടങ്ങിയിരുന്നു. അയാളുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് പിടിയയച്ചു. ആ ക്ഷണം രമേശ് ചന്ദ്രൻ കാലുയർത്തി ചവിട്ടി. പക്ഷേ അതിവിദഗ്ധമായി ഇന്ദ്രജിത്ത് ഒഴിഞ്ഞു മാറി. സാറേ, അവന്റെ ശബ്ദം അലർച്ചയായി മാറി. നിങ്ങളെ ഞാൻ തല്ലാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ അടി തടഞ്ഞുവെന്നത് സത്യം. പോലീസിനെ തല്ലുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല, പ്രത്യേകിച്ചും യൂണിഫോം അണിഞ്ഞവരെ. അത് ശ്രദ്ധിക്കാതെ രമേശ് ചന്ദ്രൻ മുന്നോട്ട് നീങ്ങി. മറ്റു പോലീസുകാരും എന്തിനും തയ്യാറായി തന്നെ നിൽക്കുകയാണ്. റോഡിൽ പിന്നെയും വാഹനങ്ങൾ കൂടി. മുന്നിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ എന്താണെന്നറിയുവാൻ അവയിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വന്നു. അതിനിടെ അവിടെ എത്തിയ ചില ഓട്ടോ ഡ്രൈവർമാർ പെട്ടെന്ന് ടെലിഫോൺ ബൂത്തുകളിലേക്ക് പാഞ്ഞു. അവസാനം അവിടെ വന്നവർ കരുതിയത് അത് ഏതോ സിനിമയുടെയോ സീരിയലിന്റെയോ ഷൂട്ടിംഗ് ആണെന്നാണ്. എന്നാൽ ക്യാമറയോ ലൈറ്റുകളോ ഒന്നും കാണാഞ്ഞപ്പോൾ അവർക്ക് സംശയമായി. യൂണിഫോം ഇല്ലാത്ത പോലീസുകാരനായിരുന്നേൽ നീ തല്ലിയനെ അല്ലേടാ? എസ് ഐ ഇന്ദ്രജിത്തിന്റെ താടിക്കൊന്ന് തട്ടി. സാറേ വേണ്ട. അതല്ലടാ, നീയൊന്ന് തല്ലിക്കേ. അയാൾ വീണ്ടും അവന്റെ താടിക്ക് തട്ടി. തന്നെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് എസ് ഐയുടേതെന്ന് അവന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ സംയമനം കൈവിട്ടില്ല. ഒരു വട്ടം കൂടി എസ് ഐ അവന്റെ താടിക്ക് തട്ടി. ഇന്ദ്രജിത്തിന്റെ ക്ഷമ നശിച്ചു തുടങ്ങി. ആ നിമിഷമാണ് രമേശ് ചന്ദ്രൻ കൈവീശി അടിച്ചത്. ഒഴിഞ്ഞു മാറുവാൻ അവസരം കിട്ടിയില്ല ഇന്ദ്രജിത്തിന്. കവിളടക്കം പടക്കം പൊട്ടുന്നത് പോലെയുള്ള അടി. അവന്റെ കണ്ണിലൂടെ പൊന്നീച്ച പറന്നു. തല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു തല്ലടാ നീ. ജനങ്ങൾക്കിടയിൽ പിറുപിറുക്കൽ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കാതെ അവരെ വിജയഭാവത്തിലൊന്ന് നോക്കിയിട്ട് രമേശ് ചന്ദ്രൻ അട്ടഹസിച്ചു. സാറേ, അളമുട്ടിയാൽ ചേരയാണെങ്കിലും തിരിച്ചു കടിക്കും. ഇന്ദ്രജിത്തിന്റെ മുന്നറിയിപ്പ്. ആ പറഞ്ഞതിനുള്ളില് ദ്വയാർത്ഥമുണ്ടല്ലോടാ നായിന്റെ മോനെ. ഒറ്റയടി കൂടി. ഇന്ദ്രജിത്ത് വട്ടം കറങ്ങിപ്പോയി. നിവർന്നു നിന്നിട്ട് അവൻ പുറം കൈകൊണ്ട് ചുണ്ടു തുടച്ച് നോക്കി. ചോര. ചുണ്ടു പൊട്ടിയിരിക്കുന്നു. സാറേ, അവൻ അലറി. സാറ് അമ്മയുടെ മുലപ്പാല് കുടിച്ചു വളർന്നവനാണെങ്കിൽ ഈ നിൽക്കുന്ന പോലീസുകാരുടെ പിൻബലമില്ലാതെ ഇട്ടിരിക്കുന്ന കാക്കി ഷർട്ട് ഒന്നഴിച്ചു മാറ്റിയിട്ട് എന്റെ നേരെ ഒരു വട്ടം കൈവീശാമോ? ഒരേ ഒരു വട്ടം കാണിച്ചു തരാൻ ഞാൻ ആരാണെന്ന്. എസ് ഐ രമേശ് ചന്ദ്രൻ ഒന്ന് വിളറി. അയാൾ അവന്റെ മുഖത്തേക്കും അവിടെ കൂടെ നിന്നിരുന്ന ആളുകളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ആളുകൾ തന്നെ പരിഹസിച്ച് ചിരിക്കുന്നത് അയാൾ കണ്ടു. ആവശ്യമില്ലാതെ പുലിവാല് പിടിച്ചുപോയ ഒരാളുടെ മനസ്സായിരുന്നു അപ്പോൾ രമേശ് ചന്ദ്രന്. വിടാനും വിടാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. അവിടെ കൂടിയവരൊക്കെ രമേശ് ചന്ദ്രനെ വെറുപ്പോടെയാണ് നോക്കിയത്. ഇന്ദ്രജിത്ത് അയാൾക്കിട്ട് നാലെണ്ണം പൂശിയിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. എന്ത്, സാറിന് പേടിയാണോ? ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ പരിഹസിച്ചു. ചുമ്മാതെ ആ ചെക്കനോട് വഴക്കിന് നിൽക്കാതെ അവന്റെ വണ്ടിയുടെ പേപ്പറുകൾ കൊടുത്തിട്ട് സാറ് പോയാട്ടെ. മറ്റൊരാൾ. രമേശ് ചന്ദ്രന് അടിമുടി പെരുത്തു. പൊതുജനത്തിന് അല്ലെങ്കിലും പോലീസ് തോൽക്കുന്നതാണ് ഇഷ്ടം. സിനിമയിൽ പോലീസിനെ തല്ലുന്നത് കണ്ടാൽ ഇവറ്റകൾ കൈയടിക്കും. നാറുകൾ. ഒന്ന് കാർത്തുപ്പണമെന്ന് തോന്നി രമേശ് ചന്ദ്രന്. പോലീസുകാർ എസ് ഐയുടെ ആജ്ഞ കാത്ത് നിൽക്കുകയാണ്. പക്ഷേ അയാൾക്കതിനാവില്ലല്ലോ.
പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള തനിക്ക് ഇവനെ പോലെ ഒരുത്തനെ തല്ലി വീഴ്ത്താനുള്ള കഴിവില്ലേ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കുവാൻ മനസ്സില്ലാതെ എസ് ഐ രമേശ് ചന്ദ്രൻ ഷർട്ട് അഴിച്ചു. അത് കണ്ട പോലീസുകാർ പരുങ്ങി. സാർ, ഈ പീറ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഇവന്റെ വെല്ലുവിളി സ്വീകരിക്കണോ? ഞങ്ങൾ ഇവനെ തൂക്കിയെടുത്ത് ജീപ്പിലിടാം സാർ, പോലീസുകാർ ഏകസ്വരത്തിൽ പറഞ്ഞു. വേണ്ട, ഞങ്ങൾ ഇരുവരും മാത്രമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്, നിങ്ങളാരും ഇടപെടരുത്. പറഞ്ഞിട്ട് അയാൾ തന്റെ ഷർട്ടും തൊപ്പിയും ജീപ്പിന്റെ ബോണറ്റിൽ വെച്ചു. അനന്തരം ഇന്ദ്രജിത്തിന് നേരെ തിരിഞ്ഞു. ഇനി ഞാൻ നിന്നെ തല്ലാൻ പോവുകയാണ്, നീ തിരിച്ചു തല്ലിക്കേ, ഞാനൊന്ന് കാണട്ടെ. തന്റെ വെല്ലുവിളി രമേശ് ചന്ദ്രൻ ഏറ്റെടുക്കും എന്നൊന്നും കരുതിയിരുന്നില്ല ഇന്ദ്രജിത്തും. അപ്പോഴത്തെ കോപതാപങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞു പോയതാണ്. രമേശ് ചന്ദ്രൻ കൈകൾ വീശിയൊന്ന് കുടഞ്ഞുകൊണ്ട് മുന്നോട്ടടുത്തു. ഒറ്റയടിക്ക് ഇന്ദ്രജിത്തിനെ വീഴ്ത്തണമെന്ന് അയാൾ കണക്കുകൂട്ടി. ഇപ്പോൾ ഇയാളെ തിരിച്ചടിച്ചാലും ഇല്ലെങ്കിലും തനിക്ക് അടി ഉറപ്പാണെന്ന് ഇന്ദ്രജിത്തിന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ അവനും ഒരുങ്ങി. പക്ഷേ ആദ്യം താൻ കൈ ഉയർത്തില്ല എന്നതായിരുന്നു അവന്റെ തീരുമാനം. ഇന്ദ്രജിത്തിന്റെ തൊട്ടു മുന്നിലെത്തിയ എസ് ഐ രമേശ് ചന്ദ്രൻ അവന്റെ 2 കവിളുകളിലും ചെവിയടക്കം അടിയേൽക്കാത്തക്ക വിധം ഇരു കൈകൾ കൊണ്ടും ഒരേ സമയത്തടിച്ചു. ഞൊടിയിടയിൽ ഇന്ദ്രജിത്ത് താഴേക്കമർന്നു. രമേശ് ചന്ദ്രന്റെ കൈകൾ കൂട്ടിയടിച്ച് ശബ്ദമുണ്ടായതേയുള്ളൂ. ആളുകൾ ഉറക്കെ ചിരിച്ചു. രമേശ് ചന്ദ്രന് വാശിയേറി. അയാൾ അവന്റെ അടിവയർ ലക്ഷ്യമാക്കി ആഞ്ഞു തൊഴിച്ചു. അതിൽ നിന്നും അവൻ തെന്നിമാറി. ജനങ്ങൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. അടിക്കട അയാളെ. രമേശ് ചന്ദ്രന്റെ അടുത്തയടി ജിത്തിന് കൊണ്ടു. അതോടെ അവൻ തിരിച്ചടിച്ചു. തന്റെ നെഞ്ചിൽ ഒരു കൂടം പതിഞ്ഞതുപോലെയാണ് അവന്റെ ഇടിയേറ്റപ്പോൾ അയാൾക്ക് തോന്നിയത്. എടാ, അലറിക്കൊണ്ട് രമേശ് ചന്ദ്രൻ ചാടി വീണു. അവർ ഇരുവരും പരസ്പരം കഴുത്തിൽ കുത്തിപ്പിടിച്ച് വട്ടം കറങ്ങി. ആദ്യം ജിത്തിനെ ജീപ്പിലേക്ക് അമർത്തി. കാൽമുട്ടുകൊണ്ടിടിച്ചു രമേശ് ചന്ദ്രൻ. തൊട്ടടുത്ത നിമിഷം അവൻ രമേശ് ചന്ദ്രനെയും അപ്രകാരം ചെയ്തു. 2 തുല്യശക്തികളുടെ പോരാട്ടമായിരുന്നു ആദ്യം അത്. എന്നാൽ ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഇന്ദ്രജിത്തിന്റെ വീര്യമേറി. പോലീസുകാർക്ക് കൈയടിച്ച് എസ് ഐയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ? ജിത്തിന്റെ ചലനങ്ങൾക്ക് മുന്നിൽ രമേശ് ചന്ദ്രൻ പതറിത്തുടങ്ങി. ഒറ്റയടിക്ക് അവൻ അയാളെ ജീപ്പിന്റെ ബോണറ്റിലേക്ക് മറിച്ചു. ഇനി കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല പോലീസുകാർക്ക്. എസ് ഐ പറയാതെ തന്നെ അവർ മുന്നോട്ട് കുതിച്ചു. വിടടാ, സാറിനെ വിടാൻ. അവർ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നിട്ടും അവരെ കുടഞ്ഞെറിഞ്ഞിട്ട് അവൻ രമേശ് ചന്ദ്രനെ ചവിട്ടി. പക്ഷേ പോലീസുകാർ അവനെ പിടിച്ചമർത്തി. അത് കണ്ട രമേശ് ചന്ദ്രൻ ഓടിവന്ന് അവനെ ഇടിക്കാൻ തുടങ്ങി. ചുറ്റും നിന്ന പോലീസുകാരും ഏയ് എന്താണിത്? ആളുകൾ ഒച്ചയുയർത്തി. മിണ്ടരുത്, ഒരു കഴിവേറി മോനും, ഞങ്ങൾ ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. രമേശ് ചന്ദ്രൻ വെട്ടിത്തിരിഞ്ഞലറി. അപ്പോൾ ഒരു ആരവം കേട്ടു. ഏത് പോലീസാടാ ഞങ്ങളുടെ ജിത്തിനെ തല്ലുന്നത്? ആളുകൾ തിരിഞ്ഞു നോക്കി. കടലിരമ്പം പോലെ നാലുപാടും നിന്ന് ഓടിക്കൂടുകയാണ് ഓട്ടോ ഡ്രൈവർമാർ. അടിക്കിനടാ പോലീസിനെ, ഏറ്റവും മുന്നിലെത്തിയ പെൻസിൽ കുട്ടപ്പൻ അലറി. ഓട്ടോക്കാർ പാഞ്ഞെടുത്തു. പിന്നെ നടന്നത് കൂട്ടത്തല്ലാണ്. എണ്ണത്തിൽ കുറവുള്ള പോലീസുകാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. പോലീസുകാരെ മാത്രമല്ല, പോലീസ് ജീപ്പും തല്ലിത്തകർത്തു അവർ. എസ് ഐ പിടിച്ചെടുത്ത ജിത്തിന്റെ ഓട്ടോയുടെ RC ബുക്കും ഇൻഷുറൻസ് പേപ്പറും അവന്റെ ലൈസൻസുമെല്ലാം ബലമായി തന്നെ അവർ എടുത്ത് അവന് തിരിച്ചു നൽകി. മാത്രമല്ല, ഇല്ലെന്ന് പറഞ്ഞ പുക പരിശോധിച്ച രസീതും എസ് ഐയുടെ കീശയിൽ നിന്ന് അവർ കണ്ടെടുത്തു. ഓട്ടോക്കാരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ പോലീസ് സ്റ്റേഷൻ പോലും കാണത്തില്ല, അവർ മുന്നറിയിപ്പ് നൽകി. രമേശ് ചന്ദ്രനും പോലീസുകാരും ചോരയൊലിക്കുന്ന ശരീരവുമായി തളർന്നിരുന്നു. എന്നാൽ ഇതിനിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ആരോ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. അതേ നേരത്തു തന്നെ ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനും വിവരമറിഞ്ഞു. പങ്കജാക്ഷൻ പുതിയതായി ചാർജ് എടുത്ത DYSPക്ക് മെസ്സേജ് നൽകി. ഇന്ദ്രജിത്തുമായി അവിടെ നിന്ന് മടങ്ങാൻ ഭാവിക്കുകയായിരുന്നു ഓട്ടോക്കാർ. എന്നാൽ പെട്ടെന്ന് അവർ കണ്ടു, കനത്ത ഒരു പോലീസ് വ്യൂഹം അവരെ വളഞ്ഞിരിക്കുന്നു. ഓട്ടോക്കാർ പരസ്പരം നോക്കി. പോലീസിനിടയിലൂടെ ആളുകളെ വകഞ്ഞു മാറ്റി ഒരു കാക്കിധാരി മുന്നോട്ട് വന്നു. വലത് കൈയിലിരുന്ന കെയിൻ കൊണ്ട് ഇടത് കൈവെള്ളയിൽ പതിയെ തട്ടുന്നുണ്ടായിരുന്നു. ആഹ്ലാദ പ്രകടനം നടത്താൻ പോകുകയാണല്ലേ? വെടിച്ചില്ല് പോലെയുള്ള ആ ശബ്ദം കേട്ടതോടെ അവിടെ നിശബ്ദത പരന്നു. കാരണം അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. ആളുകൾ അങ്ങോട്ട് നോക്കി. തളർന്നിരുന്ന SI രമേശ് ചന്ദ്രനും പോലീസുകാരും വല്ല വിധേനയും ചാടിയണിറ്റ് അറ്റൻഷനായി. നല്ല ആരോഗ്യമുള്ള ഒരു മധ്യവയസ്ക, ഇരുനിറം, മുഖത്ത് കനത്ത ഭാവം. അവർ വായിലിട്ട് എന്തോ നുണയുന്നുണ്ടായിരുന്നു. പുതിയതായി ചാർജ് എടുത്ത DYSP ആരോ അടക്കം പറഞ്ഞു. അവർ ജിത്തിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. അവൻ ആ നെയിം പ്ലേറ്റിലേക്ക് നോക്കി. ലേഖ, അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. ആന്ത്രാക്സ് ലേഖ. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു.
കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സ്ത്രീയാണിതെന്ന് അവൻ ഓർത്തു. ഇവരുടെ കസ്റ്റഡിയിൽ കിട്ടുന്ന ആളുകൾക്ക് അധികകാലം ആയുസ്സില്ല എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. ആന്ത്രാക്സ് പിടിപെട്ടവരുടെ ആയുസ്സേ പിന്നീട് അവർക്ക് കാണുകയുള്ളെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഒരു അന്തിപ്പത്രം അവർക്കിട്ട പേരാണ് ആന്ത്രാക്സ് എന്ന്. അതെ, ആ ആന്ത്രാക്സ് ആണ് മുന്നിൽ, സൂക്ഷിക്കണം. ഇന്ദ്രജിത്തിന്റെ മനസ്സിലിരുന്ന് ആരോ മന്ത്രിച്ചു. അവർ ചവച്ചുകൊണ്ട് ജിത്തിന്റെ മുഖത്തേക്ക് നോക്കി. നീയാണ് ഓട്ടോക്കാരുടെ നേതാവ് അല്ലേ? അല്ല സാർ, ഞാനൊരു സാധാരണ ഓട്ടോ തൊഴിലാളിയാണ്. ലേഖ കെയിൻ ചൂണ്ടി. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തന്നാൽ മതി. നീ പോലീസുകാരെ തല്ലുമോടാ? ഞാനല്ല സാറേ കുഴപ്പമുണ്ടാക്കിയത്. എന്റെ ചോദ്യത്തിന് ഉത്തരം താടാ. ഇന്ദ്രജിത്ത് പരുങ്ങി. ലേഖ ചവച്ചുകൊണ്ടിരുന്നത് അവന്റെ മുഖത്തേക്ക് തുപ്പി. ചൂയിങ്കം അത് ഒരു പൊട്ടുപോലെ അവന്റെ നെറ്റിയിൽ ചെന്ന് അമർന്നിരുന്നു. അധ്യായം 31. ലേഖയിലുണ്ടാകുന്ന ഓരോ മാറ്റവും തിരിച്ചറിയുകയായിരുന്നു ഇന്ദ്രജിത്ത്. പക്ഷേ രമേശ് ചന്ദ്രനെ നേരിട്ടതുപോലെ തങ്ങൾക്കാർക്കും ഇവരെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അവൻ അറിയാമായിരുന്നു. കാരണം ഇവർ ഒരു സ്ത്രീയാണ്. സ്ത്രീകളെ കയ്യേറ്റം ചെയ്താൽ വകുപ്പ് വേറെയാണ്. തന്റെ നെറ്റിയിലേക്ക് അവർ തുപ്പിയ ചൂയിങ്കം എടുത്തു കളയാനായി കൈ ഉയർത്തുകയായിരുന്നു ഇന്ദ്രജിത്ത്. വേണ്ടടാ, അതവിടെ തന്നെ ഇരിക്കട്ടെ, ഒരു അലങ്കാരമായിട്ട്. അവർ തടഞ്ഞു. ജിത്തിന് അറപ്പ് തോന്നി. മറ്റൊരാളുടെ വായിൽ കിടന്നിരുന്ന സാധനം തന്റെ നെറ്റിയിൽ. എന്ത് വേണമെന്ന് അല്പനേരത്തേക്ക് അവന് അറിയില്ലായിരുന്നു. അവന്റെ അതേ മാനസികാവസ്ഥയിൽ തന്നെയായിരുന്നു മറ്റു ഓട്ടോക്കാരും. എന്തു വേണം? അവർ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. പോലീസിന് നേരെ കൈ ഉയർത്താൻ മാത്രം നീയൊക്കെ വളർന്നു അല്ലേ? ഡിവൈഎസ്പി ആന്ത്രാക്സ് ലേഖ ഇന്ദ്രജിത്തിനെ അടിമുടി നോക്കി. അത് സാർ, യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ രമേശ് ചന്ദ്രൻ സാറ് തല്ലിയപ്പോൾ ജിത്ത് സാവധാനം അറിയിച്ചു. ഐ സി, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും തിരിച്ചടിക്കുമോടാ? അതിപ്പോൾ സാറേ. പറഞ്ഞു നിർത്തും മുമ്പ് ലേഖ കൈവീശി അവന്റെ മുഖത്തടിച്ചു. കാണട്ടടാ നിന്റെ ധൈര്യം, എന്നെ ഒന്ന് തിരിച്ചടിച്ചേടാ. പക്ഷെ ജിത്തിന് അതിന് കഴിഞ്ഞില്ല. യൂണിഫോം അണിഞ്ഞ പോലീസ് ഓഫീസറെ, അതും സ്ത്രീയെ. എന്തായാലും ഇന്ന് തല്ലുകിട്ടുമെന്നുറപ്പാ. ഇവളെ കൂടി അങ്ങ് കീറിയാലോ? പെൻസിൽ കുട്ടപ്പൻ സ്വരം താഴ്ത്തി അരികിൽ നിന്നിരുന്നവനോട് തിരക്കി. മിണ്ടാതിരിക്കടാ, അവൻ ശാസിച്ചു. തല്ലടാ, എന്നെ ഒന്ന് തല്ലിക്കേടാ. ലേഖ പിന്നെയും ജിത്തിനെ തല്ലി. അവൻ പക്ഷേ അനങ്ങിയില്ല. പോലീസിന്റെ വലയം ചുരുങ്ങി വന്നു. ഓട്ടോക്കാരെ അവർ കസ്റ്റഡിയിലെടുത്തു. വാനിൽ കയറ്റി. ഡിവൈഎസ്പി ലേഖ എസ്.ഐ രമേശ് ചന്ദ്രനെ അടുത്ത് വിളിച്ചു. താനൊക്കെ എന്തിനാടോ ഈ പോലീസ് വേഷം ധരിച്ചോണ്ട് നടക്കുന്നത്? സാർ, അത് ഏതെങ്കിലും ഗുണ്ടകൾ കാക്കിയടിച്ച് വെച്ചേച്ച് വരാൻ പറഞ്ഞാൽ ഉടനെ അങ്ങനെ ചെയ്യുക, പിന്നെ തൊഴി വാങ്ങിക്കുക. കഷ്ടം. അവർ ഉറക്കെയാണ് പറഞ്ഞത്. ജിത്തിന്റെ കയ്യിൽ നിന്ന് തല്ലുകിട്ടിയതിനേക്കാൾ കൂടുതൽ നാണക്കേടാണ് അപ്പോൾ രമേശ് ചന്ദ്രനുണ്ടായത്. ആളുകൾ അയാളെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. റോഡിലെ ട്രാഫിക് കുരുക്കഴിക്കുവാൻ കുറെ നേരമെടുത്തു. അറസ്റ്റ് ചെയ്തവരുമായി ലേഖയും സംഘവും പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി. പോലീസ് സ്റ്റേഷൻ. 2 സെല്ലുകൾക്കുള്ളിൽ ഓട്ടോക്കാരെ കുത്തിനിറച്ചു. എന്നിട്ടും കുറെ പേർ ബാക്കി നിന്നു. അവരെ പുറത്ത് ഒരു മൂലയിൽ നിർത്തി. ആന്ത്രാക്സ് ലേഖ ഒരു മേശയുടെ മൂലയിൽ കയറിയിരുന്നു. പിന്നെ ഒരു പോലീസുകാരനെ വിട്ട് വാങ്ങിപ്പിച്ച മുറുക്കാൻ വായിലാക്കി. വാസന പുകയില കയ്യിലിട്ട് ഞെരടിക്കൊണ്ട് അല്പനേരമിരുന്നു. കോൺസ്റ്റബിൾ സുകുമാരി ഡിവൈഎസ്പിയുടെ അരികിൽ തന്നെ ഏത് ആജ്ഞയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. തനിക്ക് തുപ്പണമെന്ന് ലേഖ ആംഗ്യം കാണിച്ചയുടനെ സുകുമാരി കുറ്റവാളികൾക്ക് വെള്ളം കൊടുക്കുവാൻ വെച്ചിരുന്ന ഗ്ലാസുകളിൽ ഒന്നെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. ലേഖ അതിൽ തന്നെ തുപ്പിയ ശേഷം ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അത് കണ്ട് നിന്നവർക്കൊക്കെ അറപ്പ് തോന്നി. ലേഖ സുകുമാരിക്ക് നേരെ തിരിഞ്ഞു. അവനെ ഇങ്ങി വിളിച്ചിറക്കി കൊണ്ടുവന്നേ സുകുമാരി, ആ ഇന്ദ്രജിത്തിനെ. സാർ. സുകുമാരി ചെന്ന് സെല്ല് തുറന്നു. ഇന്ദ്രജിത്ത് വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. ഇറങ്ങി വന്നേടാ, നിന്നെ ലേഖ സാറിനൊന്ന് കാണണം. അവൻ സുകുമാരിയെ സൂക്ഷിച്ചു നോക്കി. വേണ്ടടാ, നീ നോക്കി പേടിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. വനിതാ പോലീസുകാരുടെ സ്വഭാവം ഇന്ന് നിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇന്ദ്രജിത്ത് ഒന്ന് ചിരിച്ചു. നാവിൽ വന്നത് വഷളത്തരമായതിനാൽ മിണ്ടിയില്ലെന്നേയുള്ളൂ. സുകുമാരിക്ക് പിന്നാലെ അവൻ ലേഖയുടെ മുന്നിലെത്തി. എസ്.ഐ രമേശ് ചന്ദ്രനും തല്ലുകിട്ടിയ പോലീസുകാരുമൊക്കെ പല്ലുകടിച്ചുകൊണ്ട് അവനെ നോക്കിയിരിക്കുകയായിരുന്നു. ലേഖ സാറിന്റെ ഉത്തരവ് കിട്ടിയിട്ട് വേണം അവനെ ഒന്ന് തല്ലിച്ചതയ്ക്കുവാൻ. എന്നാലും ഓട്ടോക്കാരുടെ ഒരു ധൈര്യമേ, മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് അപകടമാണ്. നാളെ ഈ കഴിവേറി മോന്മാര് മൂത്രം ഒഴിക്കുക പോലും ചെയ്യരുത്. ലേഖ മുറുക്കാൻ ചവച്ചുകൊണ്ട് ഇന്ദ്രജിത്തിനെ അടിമുടി നോക്കി. നീ കാക്കിയുടെ മാഹാത്മ്യത്തെപ്പറ്റി ഒരുപാട് പ്രസംഗിക്കുന്നവനാണെന്ന് കേട്ടല്ലോടാ. നിന്റെ പ്രസംഗം ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടടാ.
ജിത്ത് അവരെ ഒന്ന് നോക്കിയതല്ലാതെ മിണ്ടിയില്ല. എന്താടാ, നിന്റെ നാവിറങ്ങിപ്പോയോ? കാലുയർത്തി അവന്റെ കാലുകൾക്കിടയിൽ ഒറ്റ ചവിട്ടായിരുന്നു ലേഖ. അമ്മേ! കാൽമുട്ടുകൾ മടക്കി അടിവയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് തറയിലിരുന്നു പോയി ഇന്ദ്രജിത്ത്. അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഏതാനും നിമിഷങ്ങളോളം സർവത്ര അന്ധകാരം മാത്രമായിരുന്നു. ഇപ്പോൾ കാക്കിയുടെ കരുത്ത് മനസ്സിലായോടാ നിനക്ക്? ഗ്ലാസ്സിലേക്ക് ഒന്നുകൂടി തുപ്പിയിട്ട് ലേഖ അലറി. ഇന്ദ്രജിത്തിന്റെ അവസ്ഥ കണ്ട് SI രമേശ് ചന്ദ്രനും പോലീസുകാരും അടിയുടെ വേദന മറന്ന് ചിരിച്ചു. ഓട്ടോ ഡ്രൈവർമാർ മുഖാമുഖം നോക്കി. ഇവർ എന്തൊരു സ്ത്രീ! കാക്കിയിട്ടെന്ന് കരുതി ഇങ്ങനെ സ്വഭാവം മാറുന്ന സ്ത്രീകളുണ്ടോ? ജിത്തിനെ ഇന്നവർ കൊല്ലുമെന്ന് തന്നെ ഡ്രൈവർമാർക്ക് തോന്നി. പെട്ടെന്ന് ജിത്ത് പിന്നിലേക്ക് മലർന്നു വീണു. പിന്നെ അനങ്ങിയില്ല. ജിത്തിനെ കൊന്നേ! പെൻസിൽ കുട്ടപ്പൻ നിലവിളിച്ചു. ലേഖ പൊടുന്നനെ മേശപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി അവന്റെ നേരെ കൈ ചൂണ്ടി. ഭാ റാസ്കൽ, മിണ്ടിപ്പോകരുത്, നിന്റെ നാക്ക് പിഴുതെടുക്കും ഞാൻ. ഇത്രയും കണ്ടതിൽ നിന്ന് അവർ അതിന് മടിക്കില്ലെന്ന് മനസ്സിലാക്കിയ കുട്ടപ്പന്റെ നാവടഞ്ഞു. ലേഖ കോൺസ്റ്റബിൾ സുകുമാരിയെ നോക്കി. കുറച്ച് വെള്ളമെടുത്ത് ഇവന്റെ മുഖത്തേക്കൊഴിച്ചേരി. സുകുമാരി പിൻവാങ്ങി. ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ജിത്തിന്റെ മുഖത്തേക്കൊഴിച്ചു. മൂക്കിൽ വെള്ളം വീണപ്പോൾ അവനൊന്ന് തലവെട്ടിച്ചു. എല്ലാ കണ്ണുകളും അവനിലായിരുന്നു. ലേഖയുടെ മുഖത്ത് മാത്രം പ്രത്യേകിച്ച് യാതൊരു ഭാവമാറ്റവും കണ്ടില്ല. അല്പം കഴിഞ്ഞപ്പോൾ ജിത്ത് കണ്ണുകൾ തുറന്നു. ഇമകൾ ചലിപ്പിച്ച് ആ മുറിയിൽ ഉണ്ടായിരുന്നവരെ ആദ്യം കാണുന്ന ഭാവത്തിൽ നോക്കി. പിന്നെ മുഖത്ത് വീണ വെള്ളം നാവ് നീട്ടി ആർത്തിയോടെ തുടച്ചു. ലേഖ ASI സത്യപാലന് നിർദ്ദേശം കൊടുത്തു. ഇവനെ എണീൽപ്പിച്ചു നിർത്ത്. അയാളും ഒരു ഹെഡ് കോൺസ്റ്റബിളും ചേർന്ന് അങ്ങനെ ചെയ്തു. എന്നിട്ടും അവൻ വേച്ചുപോയി. അവർ പിടിച്ചു നിർത്തി. എന്താടാ, ഇനിയും പോലീസുകാരെ തല്ലണമെന്ന് നിനക്ക് തോന്നുമോ? അടിവയറ്റിൽ കഠിനമായ വേദനയുണ്ടായിരുന്നെങ്കിലും ഇന്ദ്രജിത്ത് അത് കടിച്ചമർത്തി ഒരു വിധത്തിൽ പറഞ്ഞു. സാർ, നിങ്ങളൊരു സ്ത്രീയായിപ്പോയി. മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നിങ്ങൾ സത്യമെന്തെന്നറിയാതെ ഈ ചെയ്തു കൂട്ടുന്നതിന്റെയൊക്കെ ഫലം അറിയുക തന്നെ ചെയ്യും, തീർച്ച. ഇത്രയും കിട്ടിയിട്ടും നിനക്ക് മതിയായില്ല അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അവനെ തല്ലാൻ ഭാവിക്കുകയായിരുന്നു DYSP ആന്ത്രാക്സ് ലേഖ. ഇനി തൊട്ടുപോകരുതവനെ. ലേഖ വെട്ടിത്തിരിഞ്ഞ് വാതിൽക്കലേക്ക് നോക്കി. അവരുടെ നെറ്റി ചുളിഞ്ഞു. മധ്യവയസ്കരായ 2 പേർ അകത്തേക്ക് വരുന്നു. തികച്ചും അപരിചിതർ. പാന്റും ഷർട്ടും വേഷം. ആരാ, എന്തു വേണം? ഞാൻ അഡ്വക്കേറ്റ് മുല്ലക്കൽ സുരേഷ്. ഒരാൾ പരിചയപ്പെടുത്തി. ഞാൻ സുനിൽ. കടുവാ സുനിലും അറിയിച്ചു. എന്താ വന്നതിന്റെ ഉദ്ദേശ്യം? ഒട്ടും മയമില്ലായിരുന്നു ലേഖയുടെ ശബ്ദത്തിൽ. അത് മനസ്സിലാക്കാനുള്ള സെൻസ് മേഡത്തിനുണ്ടെന്നറിയാം. എന്നാലും പറഞ്ഞേക്കാം, ഇവരുടെ ജാമ്യക്കാര്യത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ലേഖ ഗ്ലാസ്സിലേക്ക് ഒന്നുകൂടി തുപ്പി. ഞാനവരെ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജാമ്യത്തിന് വേണ്ടി വാദിക്കാം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട് മേഡം. അധിക സമയം നിങ്ങൾക്കിവരെ ഇതിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനാവില്ല. കാരണം ഈ 2 സെല്ലുകളിൽ എത്ര പേരെ പാർപ്പിക്കാമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ മറ്റൊന്ന്, ഓട്ടോക്കാർ പോലീസുകാരെ തല്ലിച്ചതച്ചുവെന്ന് കേരളം മുഴുവൻ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം. ലേഖ അയാളെ തുറച്ചു നോക്കി. അപ്പോൾ കടുവാ സുനിൽ ഒരു ചെറിയ ക്യാമറ കാണിച്ചു. ഇത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മൂവി ക്യാമറയാണ്. നിങ്ങൾ ഗ്ലാസിൽ തുപ്പുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. കാണിക്കേണ്ടിടത്ത് കാണിച്ചോളാം ഞങ്ങൾ. ലേഖ ഒന്ന് ഞെട്ടി. ഒരു സോപ്പ് പെട്ടിയോളം വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്യാമറയ്ക്ക്. ഒറ്റ നോട്ടത്തിൽ മൊബൈൽ ഫോൺ ആണെന്നേ തോന്നുമായിരുന്നുള്ളൂ. ഇനി മേഡത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഞങ്ങൾ വന്നത്. പട്ടണത്തിൽ ഓട്ടോക്കാർ പണിമുടക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും പലതും സംഭവിച്ചേക്കും. അവർ ഇറങ്ങിപ്പോയി. ആ നിമിഷം ഫോൺ ശബ്ദിച്ചു. അത് അറ്റൻഡ് ചെയ്ത രമേശ് ചന്ദ്രൻ വന്നറിയിച്ചു. സാറിനാണ്. ലേഖ ചെന്ന് റിസീവർ വാങ്ങി. യെസ്, ഞാനാ സാറേ, പങ്കജാക്ഷൻ. താൻ എന്നെക്കൊണ്ട് പുലിവാല് പിടിപ്പിക്കുമോ പങ്കജാക്ഷ? ഇല്ലെന്നേ. ആ ജിത്തിനെ കൈകാര്യം ചെയ്തില്ല സാറേ. ഇനി വിട്ടേര്. തൽക്കാലം ഇത്രയും മതിയെന്നേ. അപ്പോൾ പോലീസുകാർക്ക് തല്ല് കിട്ടിയതോ? അതിന് കാരണക്കാരൻ ആ രമേശ് ചന്ദ്രൻ ഒരുത്തനാ. ഏതായാലും സാറിന്റെ അരങ്ങേറ്റം കലക്കി. സാറിനെ ഞാൻ വേണ്ട വിധം കാണുന്നുണ്ട്. ഒന്നമർത്തി മോളിയിട്ട് അവർ ഫോൺ വെച്ചു. പിന്നെ സത്യപാലന് നേരെ തിരിഞ്ഞു. ഇവന്മാരെ സ്വന്തം ജാമ്യത്തിൽ വിട്ടേര്. അനന്തരം ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ തൊപ്പിയും കെയിനും എടുത്തുകൊണ്ട് ഇറങ്ങിച്ചെന്ന് ജീപ്പിൽ കയറി. അത് ഗേറ്റ് കടന്നുപോയി. അങ്ങനെ ഓട്ടോക്കാർ സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങി. ഇന്ദ്രജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും
ആന്ത്രാക്സ് ലേഖയ്ക്കെതിരെ കേസെടുക്കാനും ഓട്ടോക്കാർ ചിന്തിച്ചതാണ്. പക്ഷേ ജിത്ത് തടഞ്ഞു. വേണ്ട, നമ്മൾ രമേശ് ചന്ദ്രൻ അടക്കമുള്ള പോലീസുകാരെ തല്ലിച്ചതച്ചില്ലേ? പിന്നെ ആന്ത്രാക്സിന്റെ കാര്യം, അവൾക്ക് സമ്മാനം കൊടുക്കേണ്ടത് മറ്റൊരു തരത്തിലാണ്. അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകാതെ അവർ ആ മുഖത്തേക്ക് നോക്കി. ജിത്ത് ശബ്ദം താഴ്ത്തി കാര്യം അവതരിപ്പിച്ചു. അടുത്ത ദിവസം പട്ടണം മുഴുവൻ ലേഖയുടെ കാരിക്കേച്ചറിന്റെ പോസ്റ്ററുകൾ നിറഞ്ഞിരുന്നു. അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ഗുസ്തിക്കാരിയെപ്പോലെ നിന്ന് വെല്ലുവിളിക്കുന്ന ആന്ത്രാക്സ് ലേഖ. ആന്ത്രാക്സ് എത്തിക്കഴിഞ്ഞു, സൂക്ഷിക്കുക എന്നൊരു പരസ്യവാചകവും. ക്വാർട്ടേഴ്സിൽ നിന്ന് ഓഫീസിലേക്ക് പോകും വഴി ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടാണ് ജീപ്പ് നിർത്തുവാൻ ലേഖ ഡ്രൈവറോട് പറഞ്ഞത്. അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ചിത്രം. ലേഖയുടെ കാൽവിരൽ മുതൽ ഒരു പെരുപ്പ് മുകളിലേക്ക് അരിച്ചു കയറി. സ്കൗണ്ട്രൽസ്. വായും പൊളിച്ചിരിക്കാതെ ചെന്ന് കീറടോ, ഒറ്റ അലർച്ചയായിരുന്നു ഡ്രൈവറോട്. അയാൾ വേഗം ഇറങ്ങിച്ചെന്ന് പോസ്റ്റർ വലിച്ചു കീറി. ആളുകൾ അകന്നു മാറി. ഓഫീസിലേക്ക് പോകും വഴി ലേഖ ഒന്നറിഞ്ഞു, നഗരം മുഴുവൻ പോസ്റ്ററുകളാണ്. ഓഫീസിൽ എത്തിയ ഉടനെ രമേശ് ചന്ദ്രനെ വിളിച്ച് പോസ്റ്ററുകൾ നീക്കം ചെയ്യുവാൻ അവർ നിർദ്ദേശിച്ചു. ഓട്ടോക്കാരാണ് ഇതിന്റെ പിന്നിൽ എന്ന കാര്യത്തിൽ അല്പം പോലും സംശയമില്ലായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തോ ആവശ്യത്തിനായി പട്ടണത്തിൽ വന്ന ശേഷം തിരികെ വീട്ടിലെത്തിയ പ്രേമചന്ദ്രൻ ഭാര്യയോട് പറഞ്ഞു, ആ ഗോപിനാഥിന് ബോധം വീണു. സത്യമോ? അമൃതയുടെ ഇടനെഞ്ചിൽ ഒരു തേങ്ങൽ പിടഞ്ഞു. വാർത്ത കേട്ട വിനയയുടെ മുഖം വിളറി. ഗോപിനാഥ് സത്യം പറഞ്ഞാൽ ഋഷി. അപ്പുറത്തെ മുറിയിലിരുന്ന ഋഷിയും അത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രത്യേകിച്ചൊന്നും അവന് തോന്നിയില്ല. എന്തോ തീരുമാനിച്ചുറച്ച ഭാവം. എന്നാൽ വിനയയുടെ ശബ്ദം അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അയ്യോ, പോലീസ്! ഈശ്വര, എന്റെ കുഞ്ഞ്! അമൃതയുടെ നിലവിളി. ഋഷി കുതിച്ചെണീറ്റു. ബാക്കി ഭാഗം നാളെ.